നമസ്കാരം, എല്ലാവർക്കും ഓം ന്യൂസിലാൻഡിന്റെ ഓണം കുക്കിംഗ് സീരീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കുക്കിംഗ് സീരീസിൽ ഇതിനു മുന്നേയായി അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾ എല്ലാവരും കാണുകയും ഇഷ്ടപ്പെടുകയും ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ ഇനി വരാനുള്ള എല്ലാ എപ്പിസോഡ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാവുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇന്നത്തെ അതിഥി ആരാണെന്നും അതുപോലെ തന്നെ ആ അതിഥി നമുക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഓണവിഭവം ഏതാണെന്നും നമുക്കിന്ന് നോക്കാം. എന്തായാലും നമുക്ക് അതിഥിയെ പരിചയപ്പെടാം. ഇന്നത്തെ നമ്മുടെ അതിഥി ലിജോ ചേട്ടനും ഫാമിലിയുമാണ്. നമുക്കപ്പോൾ ലിജോ ചേട്ടനെയും ഫാമിലിയും നമുക്ക് ഇന്നത്തെ ഈ പരിപാടിയിലോട്ട് സ്വാഗതം ചെയ്യാം. സ്വാഗതം ലിജോ ചേട്ടാ. ഇതാരൊക്കെയാണ് ഒന്ന് പരിചയപ്പെടുത്താമോ? ഇത് നിസ, ഇത് കൈറ. ഹായ് കൈറ. ഓക്കെ, അപ്പോ എന്തായാലും ന്യൂസിലാൻഡിൽ വന്നിട്ട് എത്ര കൊല്ലമായി? ഞങ്ങള് വന്നിട്ട് ഇപ്പൊ ഒരു 10 വർഷം. 10 വർഷമായി. അപ്പൊ നാട്ടിലെവിടെയാ നിങ്ങൾ രണ്ടുപേരും? നാട്ടില് ഞാൻ ചാലക്കുടിയും മാള. ഏകദേശം അടുത്തടുത്ത്. അതെ, അപ്പൊ രുചികളൊക്കെ ഏകദേശം ഒരുപോലെ ആയിരിക്കും, സെയിം ആയിരിക്കും. അപ്പോ ഈ പറഞ്ഞ പോലെ നാട്ടിലെ ഓണവും ന്യൂസിലാൻഡിലെ ഓണവും ഒക്കെ അത്യാവശ്യം വ്യത്യാസമായിരിക്കുമല്ലോ. അപ്പൊ എങ്ങനെ തോന്നുന്നു ഇപ്പൊ ഈ 10 വർഷത്തിന്റെ ഇടയിൽ ഇവിടെ ഓണം സെലിബ്രേറ്റ് ചെയ്യുമ്പോ എങ്ങനെ ഉണ്ടാ ഒരു ഫീലിംഗ്? ഇവിടെ നാട്ടില് സംബന്ധിച്ച് നോക്കുമ്പോ നമ്മൾ കുറെയൊക്കെ മിസ്സാക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഇവിടെ ഈ ഓം അങ്ങനെ ഓരോരോ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഇൻവോൾവ് ആയതുകൊണ്ട് നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ അതിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. നമുക്ക് അങ്ങനെ അധികം മിസ് ചെയ്യാണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അത്രയും മിസ്സിങ് ഇപ്പൊ ഇല്ല, തോന്നുന്നില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഓം ന്യൂസിലാൻഡിന്റെ ഓണപരിപാടികൾ നമ്മൾ എല്ലാരും നോക്കി കാണാനിരിക്കുകയാണ്. അതെ അതെ, ഓരോരോ പരിപാടികളായിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇൻവോൾവ് ആയി നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. എത്ര കാലമായി അപ്പൊ നാട്ടിൽ നിന്ന് ഓണം ഒന്നും സെലിബ്രേറ്റ് ചെയ്യാതെ എത്ര കാലമായി നാട്ടിൽ ഓണം മിസ് ചെയ്യുന്നു? ഇതിപ്പോ ഒരു 4 to 5 years ആയി അല്ലേ? അതെ. അപ്പോ ഇവിടത്തെ ഓണം ഒക്കെ നമ്മൾ അടിച്ചു പൊളിക്കാൻ നിൽക്കുകയാണ്. അപ്പൊ എന്തായി ഇത്തവണത്തെ ഓണ പരിപാടികളുടെ മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയായി? ഒരുക്കങ്ങള് നമ്മള് ബാക്കിയെല്ലാം അന്നത്തെ സമയത്തേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി എല്ലാ ഒരുക്കങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് ലീവൊക്കെ എടുത്ത് സെറ്റാക്കി നേരത്തെ അപ്ലൈ ചെയ്ത് എല്ലാ ദിവസവും പിന്നെ കറികൾ ഉണ്ടാക്കാനായിട്ടുള്ള ഓരോ കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇന്ന് നമ്മള് ഇതുപോലെ തന്നെ ഇവിടെ നമ്മൾ കുറുക്ക് കാലൻ ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നത്. അങ്ങനെയാണ്. അതെ, അപ്പൊ ഇന്ന് നമ്മള് ഓം ന്യൂസിലാൻഡിന് വേണ്ടിയിട്ട് ലിജോ ചേട്ടനും നിസ ചേച്ചിയും കൂടിയിട്ട് ഒരാളല്ല 2 പേര് കൂടിയിട്ട് ഒരു നളപാചകം തന്നെ ഒരുക്കാൻ തയ്യാറായിട്ട് വന്നിരിക്കുകയാണ്. അതെ, അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ഇന്നത്തെ എന്താണ് ഡിഷ് ഉണ്ടാക്കുന്നതിലേക്ക് കടക്കാം അല്ലെ? ഓക്കെ, ഇന്നപ്പോ നമ്മള് കുറുക്കുകാളനാണ് നമ്മള് ഉണ്ടാക്കാനായിട്ട് നമ്മള് പ്ലാൻ ചെയ്തേക്കണേ. അപ്പൊ അതിന് എല്ലാം റെഡിയാണ്. അതെ, അപ്പൊ ഒരു ഏകദേശം ഒരു തൃശ്ശൂർ സ്റ്റൈൽ കുറുക്ക് കാലൻ നമുക്ക് നോക്കാം. തൃശ്ശൂർ സ്റ്റൈലാണ് നമ്മുടെ. അത് നന്നായി. അപ്പൊ എന്തായാലും നമുക്ക് ഉണ്ടാക്കാൻ പോവാം അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് കുറുക്ക് കാലന്റെ ഇൻഗ്രീഡിയൻസ് നോക്കി തുടങ്ങിയാലോ? കുറുക്കുകാലിന് നമ്മൾ പച്ചക്കറി ആയിട്ട് യൂസ് ചെയ്യുന്നത് കായ, പിന്നെ ചേന, പിന്നെ നമുക്ക് വേണ്ടതാണ് തേങ്ങ നമ്മള് ഈ ജീരകം ഇട്ട് ഒന്ന് അരച്ചെടുത്തു. പിന്നെ നമുക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഉലുവ, പച്ചമുളക്, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ തൈര്. പിന്നെ നമുക്ക് താളിക്കാൻ വേണ്ടിയിട്ട് അവസാനത്തെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് കാളം താളിക്കാൻ വേണ്ടിയിട്ട് കടുക്, വറ്റൽമുളക്, പിന്നെ വേപ്പില. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഇൻഗ്രീഡിയൻസ്. അപ്പൊ നമുക്ക് എന്തായാലും ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അപ്പൊ ആരാണ് ഇന്നത്തെ മെയിൻ ഷെഫ്? ഞങ്ങൾ 2 പേരും കൂടി ഉണ്ടാക്കാനാണ് പ്ലാൻ. അടിപൊളി. അപ്പൊ എന്തായാലും നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ അരിഞ്ഞു വെച്ചേക്കണ കായ നമുക്ക് ചട്ടിയിലേക്ക് ഇടാം. ഓക്കെ, പിന്നെ കൂടി ചേനയൊക്കെ കിട്ടാൻ കുറച്ച് കഷ്ടപ്പെട്ടുണ്ടാവില്ല? അതെ, ചേന ഇവിടെ ഫ്രോസൺ തേങ്ങ കിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മള് അത് മേടിച്ചരിഞ്ഞ് ഇനി വെള്ളം ചേർക്കാം. നമ്മള് ജസ്റ്റ് ഒന്ന് കുറച്ചും കൂടി വെള്ളം വേണം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഒരു അളവിനാണ് എടുക്കുന്നത്. ഇതൊരു 5-6 പേർക്ക് ഓക്കെ ആയിരിക്കും. അത് നമ്മൾ വേവിച്ചെടുക്കും. കഴിഞ്ഞിട്ട് ഇതിന്റെ കൂടെ നമ്മള് കുരുമുളക് പൊടി ഇടും. പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇടും. ഒരു നുള്ളു മഞ്ഞപ്പൊടി അല്ലേ? കുറച്ച് മഞ്ഞപ്പൊടി. കഴിഞ്ഞിട്ട് നമ്മളിത് വേവണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. നല്ല വെള്ളം വറ്റി കഴിയുന്ന വരെ നമ്മൾ
എത്ര ടൈം നമ്മൾ വേവിക്കണം? അങ്ങനെ ഇതൊരു നമ്മൾ ഭയങ്കരമായിട്ട് വെന്ത് പോവാണ്ട് ഒരു കടിക്കുന്ന രീതിയിലേക്ക് എത്തിക്കുക. അതൊരു 10-15 മിനിറ്റിനുള്ളിൽ അത് കായൊക്കെ വേവാൻ കുറച്ച് സമയം എടുക്കും. അത് കാരണം നമ്മളൊന്ന് ഇത് നോക്കിയാൽ മതി. ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ ഓക്കെ ആയിരിക്കും. കറക്റ്റ് ഭയങ്കരമായിട്ട് അങ്ങ് വെന്ത് ഉടയരുത്. ബിക്കോസ് എന്ന് വെച്ചാൽ നമ്മള് പിന്നെ തൈരൊക്കെ ഒഴിക്കുമ്പോ വീണ്ടും കുഴഞ്ഞു പോകും. അപ്പൊ അത് കാരണം വേവണ വരെ നമ്മള് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ കാളനുള്ള എല്ലാ കഷ്ണങ്ങളും വെന്തു, നല്ല വാസന വരുന്നുണ്ട്. ഇനി നമ്മള് അടുത്തതായിട്ട് നമ്മള് ഈ തേങ്ങ നമുക്ക് അരച്ചെടുക്കണം. ഓക്കെ, അപ്പൊ തേങ്ങ അരയ്ക്കുമ്പോ നമ്മൾ അതിനകത്ത് ജീരകം കൂടി ഇട്ടിട്ടാണ് നമ്മള് തേങ്ങ അരയ്ക്കുന്നത്. അപ്പൊ തേങ്ങ നന്നായി അരഞ്ഞു വരണോ? അതോ നന്നായിട്ട് അരഞ്ഞു വരണം. പേസ്റ്റ് പോലെ തന്നെ നന്നായിട്ട് വരണം. ഇതിപ്പോ എത്ര കണക്ക് എത്രയാ വരുന്നത്? അങ്ങനെ ഇപ്പൊ ഇതൊരു 5 പേർക്കല്ലേ, 5 പേർക്ക് എന്ന് പറയുമ്പോ നമുക്കൊരു ഒരു മുറി തേങ്ങ, ഒരു കഷ്ണം അത് വെട്ടാ മതി. ഇവിടെ നമുക്ക് ഈ പറഞ്ഞ ഗ്രേറ്റഡ് കോക്കനട്ട് ഒക്കെ കിട്ടുന്നു. അതുകൊണ്ട് ഇത്തിരി എളുപ്പമാണ്, നമ്മൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഇത്രയും ജീരകം ഇടാം. പച്ചമുളക് ഒരെണ്ണം, ഒരു പച്ചമുളക് ഇടാം. എരിവ്. എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നമ്മള് നേരെ നല്ലോണം അരച്ച് നമ്മൾക്ക് സെറ്റ് ചെയ്യാം. ബാക്കി നേരെ ഇതിന്റെ ഉള്ളിലേക്ക്. അപ്പൊ ലിജി ചേട്ടി, ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇതിപ്പോ വേവിച്ച് വെച്ച ഇതിലോട്ട് എന്താ ഇനി അടുത്ത് ചേർക്കുക? അപ്പൊ നമ്മളിത് വെന്ത് കഴിയുമ്പോ തേങ്ങ ഇവിടെ അരക്കുന്നതിന്റെ ആ സമയത്ത് നമുക്ക് തൈര് ഒന്ന് ഉടച്ചത് നമ്മള് ചേർക്കണം. ഓക്കെ, തൈര് ചേർത്ത് നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. തൈരായ കാരണം നമ്മളിങ്ങനെ അത് തിളക്കണ വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലാണ് കറക്റ്റ് ആയിട്ട് വരുള്ളൂ. ഇല്ലെങ്കിൽ ചിലപ്പോൾ പിരിഞ്ഞു പോവാം. അതുകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇളക്കണം, നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം തിളക്കണ വരെ. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. തിളക്കണ വരെ, തിളച്ച് കഴിഞ്ഞ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പിരിയില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ പിരിഞ്ഞൊക്കെ പോകും. അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം തിളക്കണ വരെ. അപ്പൊ നല്ല വാസനയൊക്കെ വരുന്നുണ്ട്, നല്ലൊരു മണം നാട്ടിലെത്തിയ പോലെ ഉണ്ട്. നിസി ചേച്ചി പറയൂ, എങ്ങനെ നാട്ടില് സദ്യ ഒക്കെ ഒരുക്കാറുണ്ടോ? അത് ഇവിടെ സദ്യ ഒക്കെ ഒരുക്കാറുണ്ടോ? നാട്ടില് ഓണത്തിന് തന്നെ റിലേറ്റീവ്സ് വീട്ടിലെല്ലാവരും വരും. ചേട്ടന്റെ വീട്ടിൽ, എന്റെ വീട്ടില് ഞാൻ മാത്രമേ ഉള്ളൂ. ചേട്ടന്റെ വീട്ടിൽ എല്ലാവരും വരും. അപ്പൊ ഓരോരുത്തരും ഓരോ കറി ഏറ്റെടുത്തിട്ട് കുക്ക് ചെയ്യും. അത് നല്ല രസമാണ് നാട്ടിലെ ഓണം. ഭയങ്കര മത്സരമാണ് അല്ലേ? ഡാഡി കുക്ക് ചെയ്യും, ചേട്ടൻ ഓരോന്നെടുക്കും, ചേച്ചി എടുക്കും. കോമ്പറ്റീഷനാണ്. അതുകൊണ്ടാണ് വീട്ടിലെല്ലാവരും ഭയങ്കരമായിട്ട് കുക്ക് ചെയ്യുന്നത്. ഇപ്പൊ മനസ്സിലായി എന്തുകൊണ്ടാണ് എന്ന്. അപ്പൊ എന്തായാലും ഞാൻ കേട്ടിട്ടുണ്ട്, ഈ കാളനൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ സദ്യയുടെ 2 ദിവസം മുന്നെയോ ഒക്കെ നമ്മൾ തയ്യാറാക്കി വെക്കും എന്നുള്ളത്. അപ്പൊ എങ്ങനെ നാട്ടിലെങ്ങനെയാ? അപ്പൊ എന്റെ വീട്ടിൽ അങ്ങനെയാണ്, 1 ദിവസം മുന്നൊക്കെ സദ്യയുടെ മുന്നേ തയ്യാറാക്കി വെക്കും. അവിടെ ഒക്കെ എങ്ങനെയാ? അവിടെ ഇഞ്ചമ്പുളി, കാളൻ ഇതൊക്കെ തലേദിവസം ഉണ്ടാക്കി വെക്കും. അപ്പൊ പിന്നെ അപ്പോഴാണ് അത് കുറച്ചും കൂടി ടേസ്റ്റ് ആവുന്നത്. സദ്യയുടെ ദിവസം ആകുമ്പോഴത്തേനും കുറച്ചുകൂടി ടേസ്റ്റ് ആവും. പിന്നെ നമുക്ക് അന്നത്തെ ദിവസം വേറെ കുറെ ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു സമയം ലാഭിക്കാൻ വേണ്ടിട്ടും കൂടിയിട്ട് പെട്ടെന്ന് നേരത്തെ ഉണ്ടാക്കി വെക്കും. ഇത് കുറച്ച് കാലം അങ്ങ് ഇരിക്കും ചെയ്യൂല്ലേ? ഇഞ്ചിപ്പുളിയൊക്കെ കുറച്ച് കാലം ഇരിക്കും. പക്ഷെ നമ്മള് തലേദിവസം ഉണ്ടാക്കുള്ളൂ. അല്ല, ഇപ്പൊ ഉണ്ടാക്കി കഴിഞ്ഞ് ബാക്കി വന്നാലും ചിലപ്പോ 2 ദിവസമൊക്കെ ആക്കി പിന്നെ ഇരിക്കുമായിരിക്കും. അതെ, അപ്പൊ അതെന്തായാലും നന്നായി. കാളനെ എങ്ങനെ, ഇഷ്ടമാണോ? ആരെങ്കിലും ഫേവറേറ്റ് ആണോ ഇവിടുത്തെ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആണല്ലേ? പിന്നെ പ്രത്യേകിച്ച് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അതെന്തായാലും നന്നായി. അത് ഞങ്ങൾക്ക് അറിയാം, അത്യാവശ്യം നല്ലൊരു പാചക വിദഗ്ധനാണെന്ന് ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് എന്തായാലും ആ ഒരു കാളന്റെ കൂടി ടേസ്റ്റ് എനിക്ക് അറിയാൻ പറ്റൂലോ, അത് വലിയ ഭാഗ്യം. 2 ദിവസം ഒന്നും ഇരിക്കില്ല കേട്ടാ, ബിക്കോസ് കഴിഞ്ഞു. അതെ, അത് നല്ല കാര്യമാണ്. അപ്പൊ എന്തായാലും തള്ളാനാണെങ്കിൽ വിളിച്ചാൽ മതി. അപ്പൊ എന്തായാലും ഒരുവിധം തിളച്ചു വന്നിട്ടുണ്ട്, നല്ല ചൂടായിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് തേങ്ങ അരച്ചു വെച്ചേക്കണത് ഒഴിക്കാം. ഓക്കെ, നമ്മൾ അരച്ചു വെച്ച തേങ്ങയും ജീരകം കൂടിയിട്ട് വെച്ച് തേങ്ങ അരച്ചതിന്റെ ഒക്കെ ആ സ്മെല്ല്, നല്ലൊരു സ്മെല്ല്. ശരിക്കും കാളുണ്ടാക്കാനപ്പോ അത്യാവശ്യം എളുപ്പമാണ്.
ഉണ്ടാക്കി വരുന്ന സെറ്റ് ആവും. സെറ്റ് ആയിട്ട് അങ്ങ് വരും. അതെ, വലിയ പ്രശ്നമില്ല. അപ്പൊ ആർക്ക് വേണേലും ഈ പറഞ്ഞ പോലെ ഈ റെസിപ്പി നോക്കി ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ഇതല്ലാതെ വേറെ സ്ഥലങ്ങളിലൊക്കെ വേറെ ജില്ലകളിൽ വേറെ ടൈപ്പ് അങ്ങനെ വല്ലതും അറിയോ? നമ്മള് പിന്നെ ഇപ്പോഴും തൃശ്ശൂരിനായതുകൊണ്ട് നമ്മൾ അവിടെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു തൃശ്ശൂര്, പാലക്കാട് അവിടേക്കാണ് സദ്യക്ക് കുറച്ചുകൂടെ പ്രാധാന്യം കൂടുന്നത്. ആ ഒരു സെൻട്രൽ കേരള ആ ഭാഗത്ത് അല്ലെ? അപ്പൊ ഈ പറഞ്ഞ വിഭവങ്ങളൊക്കെ കുറച്ചുകൂടെ കൂടുതലായിട്ട് വരുന്നതും ആ ഭാഗങ്ങളിലാണ്. ചിലപ്പോ തൃശ്ശൂരിൽ നിന്ന് അങ്ങ് മുകളിലോട്ടായിരിക്കും, താഴോട്ടേക്ക് അധികം കൂടുതലും. അവിടെ ഭയങ്കര കാര്യമാണ്. നമ്മള് ഓണത്തിനാണെങ്കിലും ഇത്ര കറികൾ എന്തായാലും വേണം എന്നുള്ള എല്ലാ കാര്യങ്ങളും. അത് നന്നായി. അപ്പൊ ഇനി ഈ പരപ്പ് ഇനി എത്ര നേരം നമ്മളിങ്ങനെ? ഇത് ജസ്റ്റ് അതിന്റെ ആ പച്ചപ്പ്, ആ ഒരു ഇത് ചെറിയൊരു വേവ് കയറിയാൽ മതി. അതൊന്ന് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വേവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ തേങ്ങയ്ക്ക് ഒരു ചെറിയൊരു വേവ് കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റായി. ഒരു 5 മിനിറ്റ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടച്ചു വെച്ചിട്ടൊന്ന് തുറന്നു തന്നെ വെച്ചാലും കുഴപ്പമില്ല, പെട്ടെന്നാവുമല്ലോ നമുക്ക്. കടുകും പിന്നെ പൊട്ടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മള് വറ്റൽമുളക് ഇടുന്നു. കഴിഞ്ഞ് നമ്മുടെ വേപ്പില, നല്ല ഫ്രഷ് വേപ്പിലയാണല്ലോ. ആഹാ, അപ്പൊ പാചകം മാത്രല്ല, അത്യാവശ്യം കൃഷിയുണ്ട് ഇവിടെ. ആ വറ്റൽമുളകിന്റെ ഒക്കെ നല്ല മണം. നമ്മള് കടുക് പൊട്ടി കഴിഞ്ഞു, ഇനി റെഡിയാണ്. ഇനി നമുക്കിത് നമ്മുടെ കാളനിലേക്ക് താളിച്ചു വയ്ക്കാം. അപ്പൊ നമ്മള് ഇതെല്ലാം താളിച്ചിട്ട് നമ്മള് ഉലുവയും എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് താളിക്കണേല് ഉലുവ ഇട്ടിട്ടുണ്ട്, കടുക്, വറ്റൽമുളക്, കരിവേപ്പില. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മള് ഇതിലേക്ക് ഒഴിക്കാം. നല്ല പച്ച വെളിച്ചെണ്ണയുടെ ഒക്കെ മണം. ജസ്റ്റ് ഇളക്കി കൊടുത്ത്. നിസു ചേച്ചിക്ക് സുഖമായിരിക്കും അല്ലേ, ലിജോ ചാറ്റുള്ളത് കൊണ്ട്? പണ്ടൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു, ഒന്നും ഉണ്ടാക്കി തരാറില്ല. പഠിച്ചു, എല്ലാം ലിജോ ചേട്ടൻ പഠിപ്പിച്ചു. പ്രശ്നമില്ല, അപ്പോഴും ക്രെഡിറ്റ് ചേട്ടൻ. അപ്പൊ നമ്മളിത് താളിച്ചൊഴിച്ച് ഇനിയിപ്പോ ഇത് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. കഴിഞ്ഞിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് നമുക്കിതൊരു സെർവിങ് ബോർഡിലേക്ക് മാറ്റാം. ടേസ്റ്റ് നോക്കുന്ന ചടങ്ങിലോട്ട് അത് സെറ്റ് ആക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ സാധനം റെഡിയാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ സത്യസന്ധമായ അഭിപ്രായം പറയുള്ളൂ. പറഞ്ഞാ മതി. ഓക്കെ, നല്ല ചൂടുണ്ട്. അപ്പൊ ഒന്ന് സത്യം പറഞ്ഞാൽ ഞാൻ കാളൻ അങ്ങനെ കഴിക്കാറില്ല പൊതുവെ സദ്യക്ക്. എനിക്ക് അത്ര താല്പര്യം ഇല്ലാത്തൊരു വിഭവമാണ്. അതെ, മേ ബി ഇത് എന്റെ ആദ്യത്തെ ടേസ്റ്റ് നോക്കലായിരിക്കാം. അപ്പൊ അറിയാം ഇനി മുന്നോട്ട് പോവോ ഇല്ലേ എന്നുള്ളത്. അപ്പൊ എന്തായാലും ഞാൻ അതേ കഴിക്കാൻ പോവാണ്. കൊള്ളാം അല്ലേ? സത്യം പറഞ്ഞ ഒരു തേങ്ങയുടെ ഒരു ഇതും ആ മോരിന്റെ ആ ഒരു പുളിപ്പൊക്കെ കൂടിയിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇത്രയും നല്ല വിഭവം ഉണ്ടാക്കി തന്നതിന് വളരെയധികം നന്ദി. അപ്പൊ എന്റെ വകയും ഓം ന്യൂസിലാൻഡിന്റെ വകയും ഞങ്ങളുടെ വകയും എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം.